എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്ന ഇഡ്ഡലി ബാക്കി വരുന്നത് എപ്പോഴും പതിവുള്ള കാര്യമാണല്ലോ. ഒരുപാടൊന്നും ബാക്കി വന്നില്ലെങ്കിലും ഏതാണ്ട് 1 2 അല്ലെങ്കിൽ 3 എണ്ണമൊക്കെ ബാക്കി വരാറുണ്ട്. ഒന്നെങ്കിൽ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കാതെ അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറും. ഇതൊക്കെയാണ് മിക്ക വീടുകളിലും പതിവുള്ള കാര്യം. പലരും ഉപ്പുമാവാണ് ഇതുകൊണ്ട് പരീക്ഷിച്ച് നോക്കാറുള്ളത്. പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാം. അതുപോലെ ഓഫീസ് ജോലികൾക്ക് പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് ഞാൻ തയ്യാറാക്കുന്നത്. വളരെയേറെ നല്ല ടേസ്റ്റും ഉണ്ട് അതിന്. അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ വളരെയധികം നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 4 ഇഡ്ഡലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ആദ്യമേ നമുക്കൊരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് രണ്ടിനും. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് 2 സവോള ഞാൻ നീളത്തിലല്ല അരിഞ്ഞിട്ടുള്ളത്, കുറച്ച് വലിപ്പത്തിലായിട്ട് ഞാനിതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ കറുവപ്പട്ട അല്ലെ ഗ്രാമ്പു അങ്ങനെയുള്ള ഒന്നും ഇടേണ്ട ആവശ്യമില്ല. സവോള ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരും. അങ്ങനെ നമുക്ക് ആവാൻ പാടില്ല, എല്ലാം ഒരുപോലെ തന്നെ വേണം. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി ഒരു ചെറിയൊരു പീസ്, വെളുത്തുള്ളി ഒരു 5 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, 2 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ 2-3 പീസ് കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയുമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു കൂട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആദ്യമേ തന്നെ നമ്മൾ ഈ ഗ്രാമ്പു അല്ലെങ്കിൽ പട്ട ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മൂത്ത് പോകും കണ്ടമാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് ആ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1 അല്ലെങ്കിൽ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇഡ്ഡലി എത്രയുണ്ട് അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇഡ്ഡലി എത്രയുണ്ട് അതിനനുസരിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 ഇഡ്ഡലി എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ആയാലും നല്ലോണം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇനി ഇത് 2 മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് എത്രയാണോ മുട്ട വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മുട്ട പൊട്ടിച്ചതിലേക്ക് നമ്മുടെ ഈ ഒരു കൂട്ടെല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ടിതൊന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത്. ഇതുപോലെ തന്നെ നമുക്ക് ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച കുരുമുളകാണ് ഞാനൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് നമുക്ക് ചതച്ചിട്ട് വരാം. അതിന് മുമ്പൊന്ന് നമ്മുടെ എഗ്ഗൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം എഗ്ഗ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി കഷ്ണങ്ങളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും നമ്മുടെ. ഇനി ഇഡ്ഡലി ആരും ബാക്കി വന്നു കഴിഞ്ഞാൽ, ഇഡ്ഡലി ആയാലും ദോശയായാലും ബാക്കി വന്നു കഴിഞ്ഞാൽ കളയൊന്നും വേണ്ട. വളരെ ടേസ്റ്റോട് കൂടി തന്നെ ഇതുപോലെയുള്ള ഈവനിങ് സ്നാക്സായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എഗ്ഗും ഉള്ളത് കൊണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പച്ച കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ച കുരുമുളക് ചതച്ചതിനാവുമ്പോൾ അതിൻ്റെ ആ ഒരു വേറെ ഒരു ടേസ്റ്റും കിട്ടും, അധികം എരിവും ഉണ്ടാവില്ല. പക്ഷേ കുരുമുളകാകുമ്പോൾ കുട്ടികൾക്കൊക്കെ എരിവുള്ളത് കൊണ്ട് അവർ കഴിക്കാൻ ഇത്തിരി മടി കാണിക്കും. അപ്പോൾ പച്ച കുരുമുളകാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും വ്യത്യസ്തമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റോട് കൂടി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ.